പ്രയാസമേറിയ ഏത് സാഹചര്യത്തെയും നേരിട്ട് സന്തോഷമായിരിക്കുവാൻ സഹായിക്കുന്ന ഒരു മനോഭാവം അത്രേ ക്രിസ്തുവിൻ്റെ ഭാവം. ജീവസന്ദേശത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവും വന്ദനവും. ജീവിച്ചിരുന്നാൽ ദൈവരാജ്യത്തിന് പ്രയോജനവും മരിച്ചാൽ അത് തനിക്ക് ലാഭവുമായി കണ്ടിരുന്ന വിശുദ്ധ പൗലോസിൻ്റെ റോമയിലെ ജയിൽവാസത്തിൻ്റെ നാൾവഴികളാകുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്ന അത്യുത്തമമായ അവസ്ഥയ്ക്ക് വേണ്ടി താൻ കാംക്ഷിച്ചിരുന്നു എങ്കിലും ജഡത്തിൽ ജീവിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ വർധനയ്ക്ക് പ്രയോജനമെന്ന് മനസ്സിലാക്കി ക്രിസ്തുയേശുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളിയായി തീരുവാനുള്ള തിരഞ്ഞെടുപ്പാണ് പൗലോസ് ഇവിടെ നടത്തുന്നത്. ക്രിസ്തുവിനാൽ സ്വാധീനിക്കപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ കഷ്ടങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായത്തിൻ്റെ 5 വരെയുള്ള ഭാഗങ്ങൾ ഇന്ന് നമുക്ക് ചിന്തിക്കാം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൽ നാം ക്രിസ്തീയ ജീവിതത്തിൻ്റെ തത്വത്തെക്കുറിച്ച് പഠിച്ചു. അതിൻ്റെ സംക്ഷേപം ഒരു വാക്യത്തിൽ പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്നത്രേ. വിശുദ്ധ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്ര സ്ഥാനം ക്രിസ്തു ആയിരുന്നു. ഇനി ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃകയാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. അതായത് ക്രിസ്തുവിൻ്റെ മനസ്സ് അഥവാ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയും. ഓർക്കണം, അത് അനുകരണം കൊണ്ട് സാധ്യമായ കാര്യമല്ല. യേശുവിനെ അനുഗമിക്കുന്നതിനെക്കുറിച്ച് ജനങ്ങൾ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ അവരുടെ ജീവിതം അതുമായി പൊരുത്തപ്പെട്ട് കാണാതിരിക്കുമ്പോൾ അവർ പറയുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അവർ യേശുവിനെ അനുകരിക്കുവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃക ക്രിസ്തു ആണെന്ന് പൗലോസ് പറയുമ്പോൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നതിനെക്കുറിച്ചല്ല പൗലോസ് പറയുന്നത്, പകർന്നു കൊടുക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇമ്പാർട്ടേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മിൽ പകർന്നു തരികയാണ്. ആ മനസ്സ് നമ്മിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നാണ് പൗലോസ് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ മാത്രമേ ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മിൽ ഉണ്ടാവുകയുള്ളൂ. ക്രിസ്തുവിനെ ഒരു നല്ല ഗുരുവായിട്ടോ ഒരു നല്ല മാതൃകയായിട്ടോ ഒക്കെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മിലുണ്ടാകൂ. നാം വെറുതെ ഇരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. അതോർത്തോണം. ദൈവം നമുക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന ജോലികൾ നാം വിശ്വസ്തയോടുകൂടെ ചെയ്യേണ്ടതാണ്. എന്നാൽ അതിനുള്ള ശക്തിയും ഉത്തേജനവും ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ആളത്വത്തെ സംബന്ധിച്ച് ഉപദേശപരമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഈ പ്രസ്താവനയിൽ നിന്ന് വിപരീത ഉപദേശങ്ങളും ഉടലെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയ സിദ്ധാന്തത്തിന് നോസിസ് എന്ന പേർ പറയുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഗ്രീക്കിൽ നോസിസ്, അതായത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര സമയത്ത് അവൻ തൻ്റെ ദൈവത്വം തന്നെത്താൻ ഒഴിച്ചു വെച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ക്രിസ്തു തൻ്റെ ദൈവത്വം നീക്കി വെച്ചില്ല, ഒഴിച്ചു വെച്ചില്ല എന്ന കാര്യം നാം ഈ 2-ാം അധ്യായത്തിൽ വ്യക്തമായി കാണുവാൻ പോകുകയാണ്. ഇതൊരു പ്രായോഗിക ലേഖനമാണ് എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ. വിവാദ വിഷയമായ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപായി ഇതിലെ പ്രായോഗിക വശം നമുക്ക് ചിന്തിക്കാം. അതിനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ക്രിസ്തുവിൽ വല്ല പ്രബോധനവുമുണ്ടെങ്കിൽ
സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ. ഒരു വ്യവസ്ഥ എന്നതിനേക്കാൾ ഉപരിയായി എങ്കിൽ എന്ന വാക്ക് ഒരു വാദ വിഷയമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് പൗലോസ് യുക്തിപൂർവം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടായിരിക്കെ, സ്നേഹത്തിൻ്റെ ആശ്വാസമുണ്ടായിരിക്കെ, ആത്മാവിൻ്റെ കൂട്ടായ്മ ഉണ്ടായിരിക്കെ, ആർദ്രതയും മനസ്സലിവും ഉണ്ടായിരിക്കെ എന്ന തർജ്ജമയായിരിക്കും കുറെ കൂടി ഉത്തമമായിട്ടുള്ളത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ പൗലോസ് പറയുന്നു, 2-ാം വാക്യം, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐകമത്യപ്പെട്ട്, ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. ഓർക്കണം, പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിലാണെങ്കിലും അവൻ കർത്താവിൽ സന്തോഷിക്കുകയാണെന്ന് പറയുന്നു. എന്നാൽ സുവിശേഷം ഫിലിപ്പിയിലെ വിശ്വാസികളുടെ ജീവിതങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നറിയുന്നതാണ് തനിക്ക് കൂടുതൽ സന്തോഷം എന്നവൻ പറയുകയാണ്. പൗലോസ് പറയുന്നു, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐകമത്യപ്പെട്ട്, ഏകഭാവമുള്ളവരായി. ഈ ഛിദ്രത്തെ അല്ലെങ്കിൽ ഐക്യതയില്ലായ്മ എന്ന വിപത്തിനെ ഒഴിവാക്കുവാൻ വിശുദ്ധ പൗലോസ് 5 പരിഗണനകളെ അഥവാ അഭ്യർത്ഥനകളെ ഫിലിപ്പിയിലെ സഭയുടെ മുൻപാകെ നിരത്തുകയാണ്. ഒന്നാമത്, നാം എല്ലാം ക്രിസ്തുവിലാകുന്നു എന്ന വസ്തുത നാം അന്യോന്യം ഐക്യതയിൽ അഥവാ യോജിപ്പിലായിരിക്കാൻ സഹായിക്കുന്നതാകണം. ക്രിസ്തുവിനോട് യോജിപ്പിലും രമ്യതയിലും ആയിരിക്കുമ്പോൾ തൻ്റെ സഹോദരനോട് ഛിദ്രത്തിലായിരിക്കാൻ ഒരൊറ്റ മനുഷ്യനെ കൊണ്ടും സാധിക്കില്ല. ഇപ്പോൾ പലരും ഞെട്ടി എന്നെനിക്കറിയാം. അന്യോന്യം സംസാരിക്കാതെ നാളുകളായി പിണങ്ങിയിരിക്കുന്ന അനേകർ ഒരുമിച്ച് ഒരു സഭാഹോളിൽ ദൈവത്തെ ആരാധിക്കുവാൻ കൂടുന്നതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കാമോ? ആരാധന മാത്രമോ? കുർബാന കൊള്ളുമല്ലോ, തിരുവത്താഴം കൊള്ളുമല്ലോ. ക്രിസ്തുവിനെ ഒരു വ്യക്തി തൻ്റെ സഹയാത്രികനായി അംഗീകരിച്ച് മുൻപോട്ട് പോകുന്നെങ്കിൽ, ക്രിസ്തുവിനെ സഹയാത്രികനായി അംഗീകരിച്ചിട്ടുള്ള സകലരുടെയും കൂട്ട് യാത്രക്കാരനായിരിക്കും ആ വ്യക്തി. ഒരു വ്യക്തിക്ക് മറ്റുള്ളവരോടുള്ള ബന്ധം ആ വ്യക്തിക്ക് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൻ്റെ പ്രത്യക്ഷമായ പ്രകടനമാണ്. പലരുടെയും കള്ളി വെളിച്ചത്താകുന്നത് ഈ ബന്ധങ്ങളിലാണ്. രണ്ടാമതായി പൗലോസ് പറയുന്ന ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ശക്തി നമ്മെ അന്യോന്യം ഐക്യതയിൽ സൂക്ഷിക്കുമെന്ന്. ഈ സ്നേഹത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുവാൻ പോയാൽ അത് വളരെയാണ്. മറ്റുള്ളവർ സ്നേഹിക്കുന്നതിനാൽ തിരിച്ച് സ്നേഹിക്കുന്ന ഒരു വികാരമല്ല ഇത്. നമുക്കിഷ്ടപ്പെട്ടവരെ സ്നേഹിക്കുന്ന അവസ്ഥയുമല്ല ഇത്. ക്രിസ്തീയ സ്നേഹത്തെക്കുറിച്ച് അല്പമെങ്കിലും അറിയാവുന്ന വ്യക്തി തൻ്റെ സഹോദരനുമായി ഛിദ്രത്തിൽ കഴിഞ്ഞുകൂടില്ല. അതിനായി യാതൊരു ന്യായീകരണവും വേണ്ട. മൂന്നാമതായി പൗലോസ് പറയുന്നത്, ദൈവമക്കൾ പരിശുദ്ധാത്മാവിൽ ഒരുമിച്ച് പങ്കാളികളാകുന്നു എന്ന വസ്തുത ഐക്യതയിൽ, ഒരുമയിൽ മുൻപോട്ട് പോകുവാൻ നമ്മെ സൂക്ഷിക്കും. മനുഷ്യനെ ദൈവത്തോടും മനുഷ്യരെ മനുഷ്യരോടും യോജിപ്പിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. നാം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതിനെ വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. സ്നേഹത്തിൽ ജീവിക്കുവാൻ പഠിപ്പിക്കുന്നത് അവനാണ്. തൻ്റെ സഹോദരനുമായി ഐക്യതയില്ലാത്ത ഒരു വ്യക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരവും ഫലവും ഇല്ലാത്ത വ്യക്തിയാകുന്നു എന്നത്രേ തെളിയിക്കുന്നത്. നാലാമതായി പൗലോസ് പറയുന്നത്, മാനുഷികമായ ആർദ്രതയും മനസ്സലിയും ഉള്ളത് തന്നെ മനുഷ്യരെ യോജിപ്പില്ലായ്മയിൽ നിന്നും അകറ്റി നിർത്തേണ്ടതാണ് എന്നത്രേ. അതായത് ഐക്യതയില്ലായ്മ ജീവിത ചട്ടക്കൂടിനെ തന്നെ തകർക്കുന്നു. ഒടുവിലായി പൗലോസിൻ്റെ അഭ്യർത്ഥന വ്യക്തിപരമാണ്. തനിക്ക് പ്രിയപ്പെട്ടതായ സഭയിൽ ഐക്യതയില്ലായ്മ ഉണ്ടെന്നറിയുന്നത്രയും തനിക്ക് യാതൊരു സന്തോഷവും ഉണ്ടായിരിക്കുകയില്ല എന്നതാണ് പൗലോസിൻ്റെ പക്ഷം. പൗലോസിൻ്റെ സന്തോഷം
ഈ ഫിലിപ്പിയിലെ വിശ്വാസികൾ പൂർണ്ണമാക്കണമെങ്കിൽ അവരുടെ ഇടയിലെ കൂട്ടായ്മ പൂർണ്ണമായിരിക്കണം. ഭീഷണിപ്പെടുത്തുകയല്ല, അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐകമത്യപ്പെട്ട്, ഏകഭാവമുള്ളവരായി. ഫിലിപ്പിയിലെ സഭയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഏക മനസ്സുള്ളവരായിരിക്കണമെന്നാണ് പൗലോസ് അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരുടെ തനിപ്പകർപ്പായിരിക്കണമെന്നല്ല പൗലോസ് അവരോട് ആവശ്യപ്പെടുന്നത്. മിക്കവാറും സഭകളിൽ 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. ഒന്ന് ശുശ്രൂഷകനെ അനുകൂലിക്കുന്ന ഗ്രൂപ്പ്, മറ്റേത് ശുശ്രൂഷകനെ എതിർക്കുന്ന ഗ്രൂപ്പ്. ശുശ്രൂഷകനോട് ഇഷ്ടമുള്ളവർ കുറേ പേര്, ഇഷ്ടമില്ലാത്ത കുറേ പേര്. ഇനി വിചിത്രമെന്നാൽ ഈ പ്രാവശ്യത്തെ ശുശ്രൂഷകനെ അനുകൂലിക്കുന്ന ഗ്രൂപ്പ് അടുത്ത ശുശ്രൂഷകനെ എതിർക്കുന്നവരാകാൻ സാധ്യതയുണ്ട്. ഈ പ്രാവശ്യം എതിർക്കുന്നവർ അടുത്ത പ്രാവശ്യം വരുന്ന ശുശ്രൂഷകനെ അനുകൂലിക്കും. ഈ ഗ്രൂപ്പിലുള്ള ജനങ്ങൾ തങ്ങളുടെ സ്വന്തമായി ചിന്തിക്കുന്നവരല്ല, അവരുടെ ഗ്രൂപ്പ് നേതാവിൻ്റെ തനിപ്പകർപ്പായി പ്രവർത്തിക്കുന്നു, അത്രമാത്രം. ഇവിടെ പറയുന്നു ഏക മനസ്സുള്ളവരായി തീരുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരുക എന്നാണ് അർത്ഥം. അഭിപ്രായ പ്രകടനങ്ങളിൽ വ്യത്യാസവും ശുശ്രൂഷാ രീതിയിൽ വ്യത്യാസവും ചെറിയ ഉപദേശ വിഷയങ്ങളിൽ പോലും വ്യത്യാസവും ഉണ്ടായിരിക്കും. ഉണ്ടാകില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഈ വക കാര്യങ്ങളിൽ വ്യത്യാസം ഉള്ളതിനാൽ നാം തമ്മിൽ തല്ലുകയില്ല. ക്രിസ്തുവിൻ്റെ മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ നാം ഒരുമയിലായിരിക്കും, യോജിപ്പിലായിരിക്കും, ഐക്യതയുള്ളവരായിരിക്കും. പ്രധാന വിശ്വാസ വിഷയങ്ങളിൽ അല്ലെങ്കിൽ അടിസ്ഥാന വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതയൊന്നും ഉണ്ടായിരിക്കുകയില്ല. അടിസ്ഥാന വിശ്വാസത്തിൽ നാം എല്ലാം ഒരുമിച്ച് നിൽക്കും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ അത് മറക്കുവാനും അത് അംഗീകരിക്കുവാനും അതിനപ്പുറം സ്നേഹിക്കുവാനും ഒക്കെയുള്ള മനോഭാവം ഉണ്ടായിരിക്കും. എത്ര മനോഹരമല്ലേ? 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവീൻ. ഈ കാര്യം നേരത്തെ പൗലോസ് സൂചിപ്പിച്ചതായി ഓർക്കുന്നുണ്ടല്ലോ. ചില ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു എന്നാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യരുത് എന്നാണ്. ഇന്ന് സഭകളിലുള്ള അല്ലെങ്കിൽ കൂട്ടായ്മകളിലുള്ള അധികവും പ്രശ്നങ്ങൾ ഉപദേശപരമായ കാര്യങ്ങളെ സംബന്ധിക്കുന്നവയല്ല, പിന്നെയോ അസൂയയും പിണക്കവും മൂലം ഉണ്ടായിരിക്കുന്നവയാണ്. ശരിയല്ലേ? ചില ആളുകൾ പ്രത്യേക കാരണങ്ങളില്ലാതെ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. പൗലോസ് പറയുന്നത് ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യരുത്. ഈ വിലക്ക് നമുക്ക് പ്രായോഗികമാക്കുവാൻ കഴിഞ്ഞാൽ സഭകളിൽ ഇന്ന് കാണുന്ന പ്രശ്നങ്ങളുടെ ഭൂരിഭാഗവും പരിഹരിക്കുവാൻ കഴിയുമെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. പിണക്കത്താൽ അഥവാ ശാഠ്യത്താൽ എന്തെങ്കിലും സഭയിൽ ചെയ്യുന്നതിനേക്കാൾ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അംഗീകാരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും തെറ്റാണെന്നത്രേ പൗലോസ് ഇവിടെ പറയുന്നത്. പലപ്പോഴും ഈ മീറ്റിങ്ങുകളിൽ ഞാൻ ആകെ അസ്വസ്ഥനാകാറുണ്ട്. ഒന്നിനും സമയമില്ലെങ്കിലും സ്വാഗതം പറയുവാനും കൃതജ്ഞത പറയുവാനും മണിക്കൂറുകൾ അങ്ങെടുക്കും. അത് നീണ്ടൊരു ലിസ്റ്റും കൊണ്ട് ആരെങ്കിലും അങ്ങ് കയറും. പിന്നെ ബ്രേക്കില്ലാത്ത വണ്ടി പോലെ അങ്ങ് തുടങ്ങും. ഈ മീറ്റിങ്ങിൽ ആദ്യോടന്തം കൈകൊട്ടി പാട്ടുപാടിയ ജോമോന് പ്രത്യേകം നന്ദി, പുറകിൽ കിടന്ന ബെഞ്ച് മുൻപിൽ കൊണ്ടുവന്നിട്ട കറിയാച്ചേട്ടന് കൃതജ്ഞത, പിന്നെ അങ്ങ് വലിയ ലിസ്റ്റാണ്. പൂർത്തിയാക്കുവാൻ സമയം കുറേ എടുക്കില്ലേ? എന്തിനാണെന്നറിയാമോ ഇതെല്ലാം പറയുന്നത്? മറ്റുള്ളവരെ അങ്ങനെങ്കിലും അംഗീകരിക്കുന്നു എന്ന് കാണിക്കുവാൻ. അതുമാത്രമല്ല, ഈ കൃതജ്ഞത പറയുവാൻ ആക്കുന്ന ആളിന് എന്തെങ്കിലും ഒരു ഭാഗം കൊടുത്തില്ലെങ്കിൽ അടുത്ത മീറ്റിംഗ് നടക്കില്ല. അതെ, ദുരഭിമാനം. ആരെയും വിട്ടുകളയുവാൻ പാടില്ല. അതുകൊണ്ട് ഒടുവിൽ ഇങ്ങനെ കൂടെ പറയും, ഇനിയും ആർക്കെങ്കിലും നന്ദി പറയുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന്.
ഒരു സ്ഥലത്ത് ഈ കൃതജ്ഞതാ പ്രകടനം കഴിഞ്ഞപ്പോൾ ഒരു കക്ഷി ഭയങ്കര കരച്ചിൽ. കാര്യം അന്വേഷിച്ചപ്പോൾ ആ വ്യക്തിക്ക് കൃതജ്ഞത പ്രകടിപ്പിച്ചെങ്കിലും താൻ ചെയ്ത കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞില്ല പോലും. ഇതിൻ്റെ വല്ല ആവശ്യവുമുണ്ടോ? ഇതൊക്കെ വളരെ ബാലിശമാണെന്ന് മറക്കരുത്. ദുരഭിമാനം ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. സ്വാർത്ഥതയോടുകൂടിയ കിടമത്സരങ്ങളെയാണ് ശാഠ്യം എന്ന വാക്കുകൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത്. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം. മർക്കടമുഷ്ടി എന്നൊക്കെ പറയത്തില്ലേ? ഏതായാലും ഞാൻ വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. ഇത് കുടുംബങ്ങളെ ഛിന്ന ഭിന്നമാക്കുന്നു, കൂട്ടുകാരെ തമ്മിൽ തല്ലിക്കുന്നു, സഭകൾ പിളരുവാൻ കാരണമാക്കുന്നു. ആരാർക്ക് കീഴടങ്ങണമെന്നോ? ഇത് ദൈവമക്കൾ തമ്മിലുള്ള ബന്ധമാണെന്ന് കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. ശാഠ്യം മാത്രമല്ല, അതിനേക്കാൾ ഭയങ്കരമാണ് ദുരഭിമാനം. അതാണല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. സ്വാർത്ഥതയുമായി ബന്ധപ്പെട്ടതാണ് ദുരഭിമാനം. പൊള്ളയായ മഹത്വത്തിനുള്ള അഭിവാഞ്ചയാണിത്. പൊള്ളയായ മഹത്വത്തിന്, അല്ലെങ്കിൽ ഞാൻ അല്ലാത്തത് ഞാനെന്നാക്കി കാണിക്കുവാനുള്ള പ്രവണത. മറ്റുള്ളവരാൽ ആദരിക്കപ്പെടണം, ഉയർന്ന സ്ഥാനങ്ങളിൽ കയറിപ്പറ്റണം, മറ്റുള്ളവർ തങ്ങളോട് അഭിപ്രായം ആരായണം എന്നീ ആഗ്രഹങ്ങൾ ദുരഭിമാനമുള്ളവരുടെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെയുള്ളവർ ഒരിക്കലും സംതൃപ്തരായിരിക്കില്ല. തങ്ങളുടെ കഴിവുകളെക്കുറിച്ചും തങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും മരുമക്കളെക്കുറിച്ചും കൊച്ചുമക്കളെക്കുറിച്ചും ഒക്കെ പൊക്കി പൊക്കി പറയുവാനേ അവർക്ക് സമയമുള്ളൂ. ക്രിസ്തു വിശ്വാസികൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരെ പ്രശംസിക്കേണ്ട കാര്യമുണ്ടോ? ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യരുത്. പേര് കേൾക്കേണ്ടതിനായിട്ടൊന്നും ചെയ്യരുത് എന്നിട്ട് പൗലോസ് പറയുകയാണ്, താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. യുവോദ്യയും സുന്തുകയും തമ്മിലുണ്ടായിരുന്ന പ്രശ്നം ഇതായിരുന്നിരിക്കാം. 4-ാം അധ്യായത്തിൽ നാം ആ പേരുകൾ വായിക്കുന്നുണ്ട്. മറ്റേ ആൾ തന്നെ അവഗണിക്കുന്നു എന്ന ധാരണയായിരുന്നിരിക്കും ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത്. പൗലോസ് ഈ പ്രമാണം പ്രായോഗികമാക്കിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പ്രമാണം സഭ പ്രായോഗികമാക്കിയിരുന്നുവെങ്കിൽ നമ്മുടെ അധിക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമായിരുന്നു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മറ്റേ ആളേക്കാൾ നല്ലവനല്ലേ? എനിക്ക് ഇന്നാരേക്കാൾ നല്ലവണ്ണം പാടുവാൻ അറിയില്ലേ? എനിക്കെന്തുകൊണ്ട് അവസരം തന്നില്ല എന്നൊക്കെ നാം ചിന്തിക്കാറുണ്ട്. കഴിവുകൾ പ്രദർശിപ്പിക്കുവാനുള്ള വ്യഗ്രതയിലാണല്ലോ ഈ തമ്മിൽ തല്ല് കൂടുതലും. ഈ ഗായക സംഘത്തിലെ ഗുസ്തി അന്തർദേശീയമായൊരു പ്രശ്നമാകുന്നു എന്ന് ആരോ പറഞ്ഞു. ഏതൊരു പള്ളിയിലും ആദ്യം അടി ആരംഭിക്കുന്നത് കൊയറിലാകുന്നു. മറ്റാരേക്കാളും നല്ല കഴിവുകളുള്ള വ്യക്തിയാകുന്നു ഞാനെന്ന ചിന്ത അടിയല്ലാതെ എന്ത് കൊണ്ടുവരുവാനാണ്? അധികാര വടംവലിയുടെ കാരണം ഈ മനോഭാവത്തിൻ്റെ, അതായത് ഈ താഴ്മയുടെ കുറവാണ്. മറ്റുള്ളവരെ ശ്രേഷ്ഠർ എന്നെണ്ണുവാൻ കഴിയാത്ത സ്ഥിതി. മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കുവാൻ കഴിയുമോ സുഹൃത്തെ? മറ്റുള്ളവരെ താങ്കളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ സാധിക്കുമോ സുഹൃത്തെ? അവരിലൊരു 100 കുറവുകൾ കണ്ടെന്ന് വന്നേക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും അവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുവാനാണ് ദൈവവചനത്തിലെ കൽപ്പന. ഈ പരിശോധന ഓരോരുത്തരുടെ പേരെടുത്തു വെച്ച് താങ്കൾ ഒന്ന് നടത്തണം. ഇന്നാരെ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇന്നാരെ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, ഓരോരുത്തന് സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. മറ്റുള്ളവൻ എന്ന വാക്ക് പ്രധാനപ്പെട്ട ഒന്നാണ്. ഇംഗ്ലീഷിൽ അതേഴ്സ് എന്ന് പറയും. ഈ ഭാഗം മനസ്സിലാക്കുന്നതിന് ഇത് ഒഴിച്ചുകൂടാത്ത ഒരു വാക്കത്രേ. മറ്റുള്ളവർ. ക്രിസ്തീയ വിശ്വാസമാണ് ആദ്യമായി മറ്റുള്ളവർ എന്ന വാക്കിന് പ്രാധാന്യം നൽകിയത്.
എന്തിനു വേണ്ടിയാണ് സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്? മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. നാം എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നു? മറ്റുള്ളവർക്ക് വേണ്ടി. മറ്റുള്ളവർ തന്നെക്കാൾ മറ്റുള്ളവരെക്കുറിച്ച് വിചാരിക്കുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടായിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. നാം അതിലേക്കാണ് ഇനിയും വരുന്നത്. ക്രിസ്തുവിൻ്റെ മനസ്സ് പൗലോസ് അപ്പോസ്തലൻ തുടർന്ന് നമുക്ക് വിവരിച്ചു തരുന്നു. 5-ാം വാക്യം, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ പ്രത്യേകത എന്താണ്? താഴ്മ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് എഴുതി, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണവിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. അതാണ് ക്രിസ്തുവിൻ്റെ ഭാവം, അഥവാ ക്രിസ്തുവിൻ്റെ മനസ്സ്. താങ്കൾക്കും എനിക്കും താഴ്മയും വിനയവും ഉള്ളവരായിരിക്കാൻ കഴിയില്ല സുഹൃത്തെ. നാം ആ വിധത്തിലല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നാം ആയിരിക്കുന്നത്. നാം നമ്മുടെ കാലിൽ ഉയർന്നു നിന്നുകൊണ്ട് സംസാരിപ്പാൻ താല്പര്യപ്പെടുന്നു, എല്ലാവരെക്കാളും ഒരു പടി മുകളിൽ. നമ്മളെല്ലാവരും തന്നെ അപ്രകാരമാണ്. നമ്മൾ ആരും തന്നെ അവഗണിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. എവിടെങ്കിലും അംഗീകാരം ലഭിച്ചില്ല എങ്കിൽ, വെളിയിൽ പറഞ്ഞില്ലെങ്കിൽ തന്നെ നാം ഉള്ളിൽ പിറുപിറുക്കുമില്ലേ? തിരുവചനത്തിലെ ഏറ്റവും വലിയ ഉപദേശപരമായ പ്രസ്താവനകളിൽ ഒന്നാണ് ഇനിയും നാം ചിന്തിക്കുവാൻ പോകുന്നത്. ക്രിസ്തുവിൻ്റെ ആളത്വത്തെ സംബന്ധിച്ച പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രസ്താവനയാണ് ഇതെന്ന് ഞാൻ ചിന്തിക്കുന്നു. നോസിസ്, അതായത് ശൂന്യമാക്കുക, ഒഴിക്കുക എന്നാണ് ഈ ഉപദേശത്തിന് നൽകിയിരിക്കുന്ന പേര്. ക്രിസ്തുവിൻ്റെ ദൈവത്വം ഒഴിച്ചു കളഞ്ഞില്ല എന്ന് ഈ വേദഭാഗം വ്യക്തമാക്കി തരുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ താഴ്മയുടെ 7 പടികൾ ഈ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ക്രിസ്തു എത്ര ഉന്നതനായിരുന്നു എന്നും എത്രമാത്രം താഴ്മയുള്ളവനായി തീർന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. കീഴ്പോട്ടുള്ള 7 പടികൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ കൊണ്ട് തീർന്നില്ല. ക്രിസ്തുവിൻ്റെ ഉയർച്ചയുടെ മുകളിലോട്ടുള്ള 7 പടികളും നമുക്ക് തുടർന്നുള്ള വാക്യങ്ങളിൽ ലഭിക്കുന്നുണ്ട്. താഴ്മയിൽ ഒന്നാമതായി ക്രിസ്തുവിൻ്റെ മനസ്സ് അഥവാ ആ ഭാവമാണ് കാണുന്നത്. അനന്തരം ദൈവത്തിൻ്റെ മനസ്സ് കാണുന്നു. യേശുക്രിസ്തുവിനെ ഉയർത്തണം എന്നുള്ളത് പിതാവായ ദൈവത്തിൻ്റെ മനസ്സിലെ ആഗ്രഹമായിരുന്നു. താങ്കളെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? അതെ, എവിടെയാണ് പോകേണ്ടതെന്ന് പറയുവാൻ എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, യേശുക്രിസ്തുവിനെ ഉയർത്തണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നതിനാൽ നമ്മിൽ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവോദ്ദേശം അതാണെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. നാം എവിടെയായിരുന്നാലും എന്തു തന്നെ ചെയ്താലും യേശുക്രിസ്തുവിനെ ഉയർത്തേണ്ടതാണ്. യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന പരമമായ ഉദ്ദേശത്തിൽ നാമും പിതാവായ ദൈവത്തോട് ഒന്നു ചേർന്ന് പ്രവർത്തിക്കേണ്ടതത്രേ. താഴോട്ടുള്ള പടികളിൽ ഒന്നാമത്തേത് അവൻ സ്വർഗമഹിമ വിട്ടിറങ്ങുന്നതാണ്. അവൻ താണ് 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 ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഈ ഭൂമിയിലേക്ക് വന്നു. സ്വർഗത്തിൻ്റെ മഹിമ വെടിഞ്ഞ് താണ് ഈ ഭൂമിയിലേക്ക് വരുവാൻ തുനിഞ്ഞത് എത്രമാത്രം വലിയൊരു താഴ്മയായിരുന്നു. ഇത് ഗ്രഹിക്കാൻ നമുക്ക് വലിയ പ്രയാസമാണ്. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വാസ്തവത്തിൽ എന്താണ് ചെയ്തത് എന്ന കാര്യം മനുഷ്യ മനസ്സിന് മനസ്സിലാക്കുവാൻ വിഷമമായ സംഗതിയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും പരിശുദ്ധാത്മാവിനാൽ ഈ വലിയ സത്യങ്ങളെ ഉൾക്കൊള്ളുവാൻ, അതിനനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കും. താങ്കളുടെ ജീവിതം അപ്രകാരം ക്രിസ്തുവിൻ്റെ ഭാവമുള്ളതായിത്തീരുവാൻ താങ്കൾ സമർപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളിന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ നല്ല പങ്കും ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ഭാവമില്ലാത്തതല്ലേ? അതൊരിക്കലും ആ ഭാവം നമ്മെ ആരുമല്ലാത്തവരാക്കില്ല. പിന്നെയോ
നമ്മെ എത്രയും ഉയർത്തുവാൻ സാധിക്കും അത്രയും ഉയർത്തുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് അതെന്ന് ഓർക്കണം. അതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ ക്രിസ്തീയ ജീവിതം അർത്ഥശൂന്യമാണ്. യേശുക്രിസ്തുവാകുന്നു ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃക. ആരാകുന്നു വലിയവൻ എന്ന തർക്കം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എന്നാൽ കർത്താവ് പഠിപ്പിച്ചത് നിങ്ങളുടെ ഇടയിൽ അതരുത്. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ എന്നാണ്. ക്രിസ്തുവുമായുള്ള നമുക്കുള്ള ബന്ധം സഹവിശ്വാസികളുമായുള്ള നമ്മുടെ ബന്ധങ്ങളിൽ പ്രതിഫലിക്കണം. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവൻ എല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നുവെന്ന് യോഹന്നാൻ എഴുതിയ ലേഖനവാക്യം ഇവിടെ നമുക്ക് ചേർത്ത് വെക്കുവാൻ കഴിയും. പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഐക്യത്തിൽ തികഞ്ഞവരായി തീരണമെന്നായിരുന്നു ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഈ ഐക്യത കൂടിയേ തീരൂ. ആ തികവിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ.